കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ച് സർക്കാർ. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്താൽ. കാലവർഷം കനത്തതോടെ ഒറ്റുശല്യം രൂക്ഷം. കാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് വ്യാപകം. നടപടിയെടുക്കാതെ അധികൃതർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലയിലും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം വ്യാപകമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഗുരുതരമായ അനാസ്ഥയാണ് സ്ത്രീ മരിക്കാനിടയാക്കിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ സാഹചര്യത്തിൽ മന്ത്രിയുടെ രാജി അനിവാര്യമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പ്രതിഷേധം ശക്തമായതോടെ മന്ത്രിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്ന പരിപാടികളിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കാനാണ് തീരുമാനം. അതേസമയം വീണ ജോർജിനെതിരെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ വിമർശനം ഉയർന്നു. മന്ത്രി പോയിട്ട് MLA ആകാനുള്ള യോഗ്യത പോലും വീണ ജോർജിന് ഇല്ലെന്നാണ് CPM പ്രാദേശിക നേതാവ് അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് പിന്നാലെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം കേൾക്കേണ്ടി വരുന്നത് സർക്കാരിനെയും CPMനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്നലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PV ഉമ്മർ കുഞ്ഞി, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AH സൈനുൽ ആബിദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബുഖാറയിൽ സുബൈർ തങ്ങൾ, ജനറൽ സെക്രട്ടറി PM മുജീബ്, ട്രഷറർ സയ്യിദ് മുഹമ്മദ് പൊക്കാക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരിമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ഒരിമനിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം നിന്ന് തുടങ്ങിയ പ്രകടനം മുത്തമ്മാവിൽ സെന്ററിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒരിമനിയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജീവൻ ജോസഫ്, ഹിഷാം കപ്പൽ, PP നൌഷാദ്, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VSന്റെ ജീവൻ നിലനിർത്തുന്നത്. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണമെന്ന നിർദ്ദേശം മെഡിക്കൽ ബോർഡ് നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ശരീരം പ്രതികരിച്ചില്ല. രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നും നിൽക്കുകയാണ്. ഇതിനൊപ്പം വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആണ് നടത്തിവരുന്നത്. VS മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നാണ് ഇന്നലെ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. മഴക്കാലമായതോടെ കാട്ടൂരിലെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി ആഫ്രിക്കൻ ഒച്ചുശല്യം. പ്രദേശത്തുള്ള വീട്ടുകാരുടെ അടുക്കളത്തോട്ട കൃഷിയും ചെടികളും ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണത്തിൽ നശിച്ചു. പ്രദേശത്തെ വാഴകളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കൂടിയിട്ടുണ്ട്. കൂടാതെ കുടിവെള്ള സ്രോതസ്സുകളിലെ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇടപെട്ട് ആഫ്രിക്കൻ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് AIYF പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. താന്യം കിഴുപ്പിള്ളിക്കര കല്ലിങ്ങൽ കെവിനാണ് പിടിയിലായത്. കിഴുപ്പിള്ളിക്കര ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന പൊന്നാംപാടി ഷറഫുദ്ദീന്റെ വീട്ടിലാണ് ഇയാൾ അതിക്രമിച്ച് കയറിയത്. വാതിലിൽ ശക്തമായി ഇടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കാഴ്ചപരിമിതിയുള്ള യുവാവിനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയ സംഘത്തിൽപ്പെട്ട ആളാണെന്നും പറയുന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ അപകടകരമായി വാഹനത്തെ മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലെ ഡ്രൈവർ
മിണാലൂർ സജീവിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. നടപടിയുടെ ഭാഗമായി തെറ്റായ ദിശയിൽ അപകടകരമായി വാഹനം ഓടിച്ചതിനെ കേസെടുത്ത് കോടതിക്ക് നൽകുന്നതിന് പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കണം. കൂടാതെ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പഠിച്ച് പരീക്ഷ കൂടി പാസ്സാകണം. വളവുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് കൂടുതൽ ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഉത്രാളിയിലെ വളവിൽ വാഹനത്തെ മറികടന്നു വന്ന ബസിന്റെ മുൻപിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എറവിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിതജീവിതം നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായ ഗിരീഷ്. മഴ കനത്തതോടെയാണ് ഗിരീഷ് താമസിക്കുന്ന വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തിയത്. ഒരാഴ്ച മുൻപാണ് എറവ് സ്കൂളിന് സമീപത്തെ വിദ്യാർത്ഥി റോഡിൽ താമസിക്കുന്ന ഗിരീഷിന്റെ വീടിന്റെ മുകൾ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത്. വീടിന്റെ ഒരു ഭാഗത്തെ ചുമരുകൾ ആദ്യം ഇടിഞ്ഞു വീണു. പിന്നാലെ മുകളിലെ ഓടുകളും നിലംപൊത്തി. 3 പ്രാവശ്യമായി വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി. പതിറ്റാണ്ടുകളായി നാടകരംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു ആർട്ടിസ്റ്റ് ഗിരി എന്ന ഗിരീഷ്. ഒട്ടനവധി നാടകങ്ങൾക്ക് രംഗപടം ഒരുക്കിയിട്ടുണ്ട്. നാടകങ്ങളിൽ വേഷമിടുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ഈ 58-കാരൻ്റെ താമസം. തുണികൾ ഇസ്തിരി ചെയ്ത് നൽകിയാണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥ കണ്ടറിഞ്ഞ് അയൽവാസികൾ നൽകുന്ന ഭക്ഷണവും മറ്റുമാണ് പലപ്പോഴും ആശ്രയം. വീടിൻ്റെ വീഴാത്ത ഭാഗത്ത് ഒരു കട്ടിലിലാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്രമവും ഉറക്കവും. മഴ പെയ്താൽ ദേഹത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ ഒരു പുതപ്പുകൊണ്ട് മൂടി പുതച്ചാണ് കിടക്കുന്നത്. അധികാരികളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചില്ലെന്ന് ഗിരീഷ് പറയുന്നു. അതേസമയം വില്ലേജ് ഓഫീസർ ഗിരീഷിന്റെ വീട് സന്ദർശിക്കുകയും അപേക്ഷ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി വാർഡംഗം വൃന്ദ അറിയിച്ചു. പഞ്ചായത്തിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹായം തനിക്ക് വേണ്ടെന്ന നിലപാടിലാണ് ഗിരീഷ് സംസാരിക്കുന്നതെന്നും വാർഡംഗം പറഞ്ഞു. മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ വീഴാറായ വീടിനുള്ളിൽ കഴിയുന്ന ഗിരീഷിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കടങ്ങോട് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. പച്ചക്കറി തൈ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. മണ്ണ് പരിശോധന കാർഡ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ നിർവഹിച്ചു. കൃഷി ഓഫീസർ EV അനക, ബ്ലോക്ക് മെമ്പർ KK മണി, വെള്ളറക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, ബീന രമേശ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, കൃഷി അസിസ്റ്റന്റ് NJ ജോഷി എന്നിവരും പഞ്ചായത്ത് മെമ്പർമാരും സംസാരിച്ചു. എന്ന വിനയപൂർണമായ ഒരു അഭ്യർത്ഥന കൃഷിക്കാരോടും അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരണ മേഖലയിലെ സുഹൃത്തുക്കളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് എടുക്കണം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തിരുവില്ലാമല മലേശമംഗലം HLP സ്കൂളിൽ ഓട്ടംതുള്ളലിനെ കുറിച്ച് പഠന ക്ലാസ് നടത്തി. കലാമണ്ഡലം പ്രദീപ് കല്യാണ സൗഗന്ധികം അവതരിപ്പിച്ചു. ശിവദാസൻ തുള്ളലുകളെ കുറിച്ച് വിശദീകരിച്ചു. തുള്ളലിന്റെ വേഷവിധാനങ്ങളും പരിചയപ്പെടുത്തി. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ദുഃഖാടന തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ഫാദർ ജോമോൻ താണിക്കൽ, കൈക്കാരന്മാരായ വില്യംസ് ചിറ്റാട്ടുകര,
ആന്റണി പടുത്തല, ലിയോ പോൾ പൂപ്പാടി എന്നിവർ നേതൃത്വം നൽകി. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വിവിധ പാതകൾ ഒരേ സമയം പൊളിച്ചിട്ടു. യാത്രാ ദുരിതം പേറി ജനം. ഇത് പൂങ്കുന്നം ജംഗ്ഷൻ. പൂങ്കുന്നം വഴി കുന്നംകുളത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന റോഡ് അടച്ചു കെട്ടിയിട്ട് മാസങ്ങളായി. പകരം വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് അയ്യന്തോൾ വഴി പുഴയ്ക്കലിലേക്ക്. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലെ തകർന്ന റോഡും കുരുക്കും പിന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ. പടിഞ്ഞാറേക്കോട്ടയിൽ കുട്ടികളടക്കമുള്ളവർ റോഡ് മുറിച്ചു കടക്കാൻ കഷ്ടപ്പെടുന്നത് കാണാം. അയ്യന്തോളിലും ഗതാഗതക്കുരുക്കുണ്ട്. ഇതിനിടയിൽ വഴിതെറ്റിച്ചും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചും അപകടകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്വകാര്യ ബസ്സുകളും. ഇതെല്ലാം കടന്ന് പുഴയ്ക്കലെത്തിയാൽ വൻ കുരുക്കാണ്. ഇതാണ് പുഴയ്ക്കലിലെ അവസ്ഥ. ഒരു ഭാഗത്തെ റോഡാണ് ഈ കാണുന്നത്. മറുഭാഗത്തെ കുരുക്ക് കിലോമീറ്ററുകളോളം നീളുന്നു. ഒരു വട്ടം ഈ വഴി വന്നവർ വീണ്ടും ഒരിക്കൽ കൂടി ഇതുവഴി വരാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പുഴയ്ക്കലിലെ കുരുക്കുപാത ഒഴിവാക്കാൻ വിയ്യൂർ കൊട്ടേക്കാട് വഴി തിരിയാം. കുറച്ച് മുന്നോട്ട് പോയാൽ വഴി തിരിഞ്ഞു പോവുകയെന്ന ആദ്യ ബോർഡ് കാണാം. ആട്ടോർ സെന്ററിലെത്തിയാൽ അവിടെയും വഴി തിരിച്ചുവിടൽ. കുറ്റൂർ പള്ളി വഴി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെയും തടസ്സം. വിയ്യൂരിൽ നിന്ന് കൊട്ടേക്കാട് വഴി തിരിഞ്ഞു പോകാനായി വരുമ്പോൾ കുറ്റൂരിൽ വീണ്ടും കുരുക്ക്. കലുങ്ക് നിർമ്മാണത്തിനായി റോഡ് മുഴുവൻ അടച്ചുകെട്ടിയിരിക്കുകയാണ്. ഇനി മറ്റൊരു വഴി കുറ്റൂർ ചാമക്കാട് റോഡാണ്. എല്ലാ റോഡുകളിലും കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുമാകുമ്പോൾ കുറേ യാത്രക്കാർ ആശ്രയിച്ചിരുന്ന റോഡാണ് കുറ്റൂർ ചാമക്കാട് റോഡ്. ഈ റോഡിലൂടെ വന്നാൽ അമലയിലേക്കോ പേരാമംഗലത്തേക്കോ എത്താനാകും. എന്നാൽ അവിടെയും റോഡ് കുറുകെ പൊളിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇനി കൊട്ടേക്കാട് കോളങ്ങാട്ടുകര കൂടിയാണ് മറ്റൊരു വഴി. ഭൂരിഭാഗം വാഹനങ്ങളും ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. പക്ഷേ ഇവിടെയും ബോർഡുണ്ട്. ഇനി കൊട്ടേക്കാട് കോളങ്ങാട്ടുകര വഴി മുണ്ടൂരിലേക്ക് കടക്കാമെന്ന് വെച്ചാൽ കോളങ്ങാട്ടുകരയിലെ പാലം നിർമ്മാണം മാസങ്ങളായി തുടരുകയാണ്. ഇവിടെ കുരുക്ക് സദാ പതിവാണ്. ഏതെങ്കിലും മാർഗത്തിലൂടെ കുന്നംകുളം ഭാഗത്തേക്ക് യാത്രക്കാർ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് ത്യാഗം സഹിക്കണം. ഇനി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധികൃതരോടും ഉദ്യോഗസ്ഥരോടും TCVയുടെ ഒരു ചോദ്യം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും അധികൃതരുമെല്ലാം നമ്മുടെ നാട്ടിലുള്ളവരാണ്. ആരും മറ്റ് സംസ്ഥാനങ്ങൾ വന്ന് ചെയ്യുന്നവരല്ല. ഇങ്ങനെ ഒരേ വഴിക്കുള്ള പല പാതകൾ ഒരേ സമയം പൊളിച്ചിട്ട് ജനങ്ങളെ പാമ്പും കോണിയും കളിപ്പിച്ച് ദുരിതത്തിലാക്കിയിട്ട് എന്ത് നേടുന്നു? TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് തൃശൂർ ബ്രഹ്മസമ്മേളനത്തിലെ കേരള മാന്യുസ്ക്രിപ്റ്റ് പ്രിസർവേഷൻ സെന്റർ. ഗ്രന്ഥങ്ങളുടെ ഡിജിറ്റൽ രൂപം തയ്യാറാക്കി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വേദങ്ങൾ, സാഹിത്യം, ആയുർവേദം, കാവ്യങ്ങൾ, തന്ത്രശാസ്ത്രം തുടങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളെ സംരക്ഷിച്ച് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുകയാണിവിടെ. പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും തൃശൂർ ബ്രഹ്മസമ്മേളനവും ചേർന്നാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളെ നാശത്തിന് വിധേയമാക്കാതെ ഡിജിറ്റലൈസ് ചെയ്ത് പരിരക്ഷിക്കുക എന്നതാണ് പ്രധാന ദൗത്യം. ആദ്യഘട്ടത്തിൽ ബ്രഹ്മസമ്മേളനത്തിലെ തന്നെ താളിയോല ഗ്രന്ഥങ്ങളെയാണ് ഡിജിറ്റലൈസേഷന് വിധേയമാക്കിയത്. ഏകദേശം 800ഓളം താളിയോല ഗ്രന്ഥങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ക്ഷേത്രങ്ങളിലെയും സാഹിത്യ അക്കാദമി, കലാമണ്ഡലം തുടങ്ങിയ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ വ്യക്തികളുടെയും പക്കലുള്ള ഗ്രന്ഥങ്ങളെ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കാനാണ് ലക്ഷ്യം. അതിനായി ഡിജിറ്റൽ റിസർവേഷൻ ഓഫ് കേരള ആർക്കൈവ്സ് എന്ന പേരിൽ പുതിയ പ്രൊജക്റ്റും ആരംഭിച്ചിട്ടുണ്ട്. താളിയോലകൾ ആദ്യം കാറ്റലോഗ് ചെയ്യുക, പിന്നെ ഡിജിറ്റൈസ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക എന്നൊരു പ്രൊജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ബ്രഹ്മസമ്മേളനത്തിലെ തന്നെ ശേഖരണത്തിൽ നിന്ന് 800ഓളം മാനുസ്ക്രിപ്റ്റുകൾ ഡിജിറ്റൈസിങ്ങും കാറ്റലോഗിങ്ങും പ്രിസർവിങ്ങും ചെയ്ത് കഴിഞ്ഞു. അത് ഓൺലൈൻ ആക്സസിബിൾ ആണ്. അതിനോടനുബന്ധമായിട്ട് കേരള പ്രിസർവേഷൻ മാനുസ്ക്രിപ്റ്റ് സെൻറ്റർ എന്ന രീതിയിൽ പുതിയ പദ്ധതി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങൾ ഒരു 7 പേര് പ്രവർത്തിക്കുന്നുണ്ട്.
സ്വകാര്യ വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനോടൊപ്പം പഴയ ഗ്രന്ഥങ്ങൾ വൃത്തിയാക്കി പുൽത്തൈലം പുരട്ടി ഉണക്കി നമ്പർ പ്രകാരം അടുക്കിവെച്ച് പുതുമയോടെ വ്യക്തികൾക്ക് തന്നെ കൈമാറുന്നു. ഒപ്പം അതിന്റെ ഡിജിറ്റൽ രൂപം ലൈബ്രറി സൂക്ഷിക്കുന്നു. തൃശ്ശൂർ ബ്രഹ്മസമഠത്തിൻ്റെ കീഴിലുള്ള വേദിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ താളിയോലകളുടെ റിസർച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പോണ്ടിച്ചേരിയിലുള്ള ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ EFEO പോണ്ടിച്ചേരിയുമായി സഹകരിച്ചിട്ടാണ് തൃശ്ശൂർ ബ്രഹ്മസമഠം ഈ പദ്ധതിക്ക് രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഏകദേശം 800ഓളം ബണ്ടിൽസ് ഓഫ് താളിയോലകളാണ്. മഠത്തിൻ്റെ മാത്രം താളിയോലകളാണ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താളിയോലകൾക്കൊരു രണ്ടാം ജന്മം നൽകുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ താളിയോലകൾ പല വീടുകളിലും അമ്പലങ്ങളിലും അതുപോലെ തന്നെ ലൈബ്രറികളിലുമെല്ലാം ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം വളരെയധികം വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു തലമുറയ്ക്ക് വേണ്ട പല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഗുണകരമാവുന്ന രീതിയിൽ നമ്മളത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രിസർവ് ചെയ്ത് നമ്മളൊരു സെൻറ്ററാക്കിയിട്ടാണ് ഒരു മാനുസ്ക്രിപ്റ്റ് ഹബ്ബായിട്ട് ഇതിനെ മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങൾ ആർക്കു വേണമെങ്കിലും വായിക്കാം. അതിനായി ഇവരുടെ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവ താളിയോല ഗ്രന്ഥങ്ങൾ വരെയുണ്ട് ഇവിടെ. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്ന ഇവരുടെ ഉദ്യമത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. ക്യാമറമാൻ അനന്തകൃഷ്ണനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ LSS ജേതാക്കൾക്കുള്ള അനുമോദനവും അർഹരായ കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റ് വിതരണവും നടന്നു. ചൈൽഡ് കെയർ ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് എന്ന സംഘടനയാണ് വിദ്യാലയത്തിലെ 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ നൽകിയത്. KK രാമചന്ദ്രൻ MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വാർഡ് മെമ്പർ KS സൂരജ്, പ്രധാന അധ്യാപിക ഷീല, PTA പ്രസിഡന്റ് ഷാജു കുഴുവേലി, MPTA പ്രസിഡന്റ് കാവ്യ, സീനിയർ അധ്യാപിക KP രജനി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ക്ഷീര കർഷക മേഖല പ്രതിസന്ധിയിൽ. ഈ മേഖലയിലുണ്ടായിരുന്ന പലരും ഉരുക്കളെ വിൽപ്പന നടത്തി രംഗം വിട്ടു. പുതിയ തലമുറ ക്ഷീരമേഖലയെ കൈയൊഴിയുകയാണ്. കാലിത്തീറ്റയുടെ വിലക്കയറ്റവും പാലിന് വില വർദ്ധിപ്പിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയായി മാറി. കാലാവസ്ഥാ വ്യതിയാനം മൂലം പാൽ ഉൽപാദനത്തിലും കുറവ് വന്നു. പശുക്കൾക്കുള്ള ഇൻഷുറൻസ് സ്കീമിലെ അശാസ്ത്രീയത മൂലം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നമ്മുടെ പാലിൻ്റെ ആവശ്യം നടക്കും, പിന്നെ കൃഷിക്ക് ആവശ്യത്തിനുള്ള ചാണകം കിട്ടും, നിത്യച്ചെലവ് നടന്നു പോകുന്നല്ലാതെ വലിയ പുരോഗമനങ്ങളൊന്നും ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഈ പാലിൻ്റെ ഉൽപാദനക്കുറവ് കാരണം സബ് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പശുക്കൾക്ക് കൊടുക്കുന്ന വൈക്കോൽ ഒരു ബണ്ടിലിന് 200 രൂപയായി. പച്ചപ്പുല്ല് 1 കിലോ 4 രൂപ വില കൊടുത്താണ് പല കർഷകരും വാങ്ങുന്നത്. 850 രൂപ ഉണ്ടായിരുന്ന കാലിത്തീറ്റ 1500 രൂപയായി. ഉൽപാദന ചെലവ് വർദ്ധിച്ചിട്ടും ആനുപാതികമായി പാലിന് വില കൂട്ടാത്തതും തിരിച്ചടിയായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ അടിയന്തരമായി ഈ മേഖലയിൽ ഇടപെട്ട് സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രമേ ക്ഷീരമേഖലയ്ക്ക് നിലനിൽപ്പുള്ളൂവെന്നും കർഷകർ പറയുന്നു. TCV ന്യൂസ്, തിരുവല്ലോമല. പാവറട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലെന്ന് പരാതി. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പെരുകുമ്പോൾ വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തത് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ദുരിതമായി മാറി. ദിവസേന 100-ലധികം രോഗികളെത്തുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. 1 മാസത്തിലേറെയായി മെഡിക്കൽ ഓഫീസർ അവധിയിലാണ്. അവശരായി എത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം ഡോക്ടറെ കാണാൻ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകനായ AK ഷിഹാബ് പറഞ്ഞു. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം രോഗികളുടെ വലയുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇപ്പോൾ ആരോഗ്യ കേന്ദ്രം തന്നെ കുടുംബാരോഗ്യ ഉയർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് 4 കൊല്ലത്തോളമായി. ഈ 4 കൊല്ലം കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു മൂവിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് തീരദേശത്തെ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലിടപെട്ട് പരിഹാരം ഉണ്ടാക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 2 ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ അവധിയിൽ പോയാൽ മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നോ സമീപ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നോ ഡോക്ടർ എത്താറുണ്ട്. എന്നാൽ ഇത്തവണ പകരം ഡോക്ടർ എത്തിയിട്ടില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. 4 വർഷം മുൻപ് പാവറട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി പ്രഖ്യാപനം നടത്തിയെങ്കിലും എല്ലാം കടലാസിൽ ഒതുങ്ങി നിൽക്കുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. അപകടക്കെണികൾ നിറഞ്ഞ് ദേശീയപാത. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലും ചിറങ്ങരയിലും ഒരുപോലെ ഭീഷണിയാണ് ചതിക്കുഴികൾ. വേണ്ടത്ര സുരക്ഷയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ
പ്രകടമായ ഉദാഹരണമാണ് മുരിങ്ങൂരിലെ അപകടം. റോഡിനു കുറുകെ അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനാണ് 20 അടിയോളം ആഴത്തിൽ വലിയ കാനയുണ്ടാക്കിയത്. ദിനംപ്രതി 30,000-ഓളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ സുരക്ഷയ്ക്കാകട്ടെ ആകെ കെട്ടിയിരിക്കുന്നത് ഒരു തുണ്ട് പ്ലാസ്റ്റിക് കയറും. മുരിങ്ങൂർ ജംഗ്ഷൻ മുതൽ കൊരട്ടി റൂട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന മറ്റിടങ്ങളിലും നീളത്തിലുള്ള കാനകളുണ്ട്. ഇവിടെയെല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. സർവീസ് റോഡരികിൽ പുതുതായി നിർമ്മിച്ച കാനകളിലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇതിനകം പലയിടത്തും സ്ലാബുകൾ തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ദേശീയപാതയിലൂടെയുള്ള വാഹനയാത്ര ഇന്ന് ജീവൻ പണയപ്പെടുത്തിയുള്ളതായി മാറുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ച് സർക്കാർ. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്താൽ. കാലവർഷം കനത്തതോടെ ഒച്ചുശല്യം രൂക്ഷം. കാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് വ്യാപകം. നടപടിയെടുക്കാതെ അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.